ഇതാണ് നമ്മുടെ ശംസുദ്ദീൻ. നമ്മുടെ സലാം ഖാന്റെ പേഴ്സ് കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പരമാവധി എത്തിക്കാൻ പറ്റാവുന്ന അത്ര എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നഷ്ടപ്പെട്ടു പോയ ആളുടെ പേഴ്സ് അവരുടെ കൈകളിലേക്ക് എത്താൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. ഇനി അതിന്റെ ഒരു തുടക്കം പറയാം. ഈ ശംസുദ്ദീൻ ഒരു ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് പെരിന്തൽമണ്ണ എത്തുന്നതിന് മുന്നേ പാകാക്കര റോട്ടിൽ ഈ പേഴ്സും അതുപോലെ അതിലുള്ള പൈസയും പാറിക്കിടക്കുമ്പോൾ ആംബുലൻസ് ചവിട്ടി നിർത്തി അതെടുത്തു. സമയമില്ലാത്തത് കൊണ്ട് തൊട്ടടുത്ത ശംസുദ്ദീന്റെ സുഹൃത്തായ നമ്മുടെ ഫിറോസ് ബാബുഖാന്റെ സോളാർ ഹബ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എത്തിച്ചു. ശംസുദ്ദീൻ പറഞ്ഞു, ഇത് നിങ്ങൾ അർഹതപ്പെട്ട ആളുടെ കൈകളിലേക്ക് എത്തിക്കണം, എനിക്കിപ്പോൾ ഒരു രോഗിയെ അർജന്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുണ്ട്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫിറോസ് ഖാൻ ആ നമ്പർ എടുത്ത് ഈ സലാം ഖാനെ ബന്ധപ്പെട്ടു. അങ്ങനെ വാർഡ് മെമ്പർ എന്ന രീതിയിൽ സലാം ഖാന്റെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാനും സലാം ഖാനും ഇവിടെ വന്നിട്ട് ഈ പോലീസ് ഏറ്റുവാങ്ങിയാണ്. ഒരൊറ്റ കാര്യം പറയുന്നു, നമ്മുടെ നാട് ഒരിക്കലും കൊടുക്കില്ല. നമ്മളൊരു സ്നേഹവും ഒരു ഐക്യവും ഒരു സൗഹാർദ്ദവും ഇതൊക്കെ മറ്റൊരുത്തിന്റെ വേദന നമ്മുടെ വേദനയാക്കി നമ്മൾ കാണും. മറ്റൊരുത്തിന്റെ വിഷമം നമ്മുടെ വിഷമമാക്കി കാണും. നമ്മുടെ ശംസുദ്ദീനും ഫിറോസ്ക്കൊന്നും ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് കാലത്തെ സലാം ഖാന്റെ അധ്വാനമാണ് നഷ്ടപ്പെടുന്നത്. ആ ഒരു മാനസിക വേദന ഇല്ലാതാകാൻ ഇന്ന് തന്നെ സലാം ഖാന്റെ കൈകളിലേക്ക് ഈ പേഴ്സ് മാത്രമല്ല അതിൽ ദൃഹമും റിയാലും ഉൾപ്പെടെയുള്ള പണം ഉണ്ടായിരുന്നു. ഒരു രൂപ പോലും പറയാതെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുടെ കൈകളിലേക്ക് ആ പണം കൊടുത്ത സന്മനസ്സും ആത്മാർത്ഥതയും അത് അഭിനന്ദിക്കണം. ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന രീതിയിൽ ആ ആംബുലൻസ് വേണമെങ്കിൽ ആംബുലൻസ് ഡ്രൈവറല്ല, ആംബുലൻസ് ഡ്രൈവറല്ല, അതും പറയാം. ബിസിനസിന്റെ ആംബുലൻസിൽ ഒരു രോഗിയെ കൊണ്ടുപോകാനില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ ജോലി നിർത്തി ഞാൻ വരാമെന്ന് പറഞ്ഞ ആംബുലൻസിൽ കയറി ആ രോഗിയെ കൃത്യമായി എത്തിച്ച് തിരിച്ചു വരുമ്പോൾ ആംബുലൻസ് വേണമെങ്കിൽ വീട്ടിൽ ചവിട്ടി പോകാം. പക്ഷെ റോഡിൽ ഒരു പേഴ്സും ഒരു പണവും പാലിക്കളിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തി അതെടുത്ത് സമയമില്ലാത്തപ്പോഴും ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന പാതാക്കരയിലെ സോളാർ ഹബ് നടത്തുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ഉടമയാണ്. ആ ഫിറോസ് ബാബുഖാന്റെ കൈകളിലേക്ക് അത് കൊടുത്ത് പിന്നെ ഫിറോസ് ഖാൻ അത് ആളുകളെ തെരഞ്ഞ് അതിനെ അഡ്രസ്സ് നോക്കി അത് ഉത്തരവാദിത്തപ്പെട്ട അർഹരായ ആളെ വിളിച്ച് ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തി ഇത് തരണമെന്ന് ഒരു ജനപ്രതിനിധി സാന്നിധ്യത്തിൽ അത് തരണമെന്ന് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നു. ഒറ്റ കാര്യം പറയുന്നു, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഇന്ന് ഈ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാറ്റസ് വെച്ച ആളുകളുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആളുകളുണ്ട്, വാട്സപ്പിൽ പോസ്റ്റ് ചെയ്ത ആളുകളുണ്ട്, കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ചവരുണ്ട്, സൗഹൃദ ഗ്രൂപ്പുകളിലേക്ക് അയച്ചവരുണ്ട്, പൊതു ഗ്രൂപ്പുകളിലേക്ക് അയച്ചവരുണ്ട്. ഇങ്ങനെ വീട്ടിലാണെങ്കിലും സഹോദരിമാരും അതുപോലെ എല്ലാവരും ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിച്ചു. ഇപ്പൊ അതിന് വിജയം കണ്ടു. സർവശക്തനായ ദൈവം തമ്പുരാൻ സ്തുതി. ഈ രണ്ട് മാണിക്യക്കല്ലുകളുടെയും നല്ല മനസ്സുകൾക്ക് ആ സലാം ഖാന്റെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ തീർത്താതീരാത്ത നന്ദി അറിയിക്കുന്നു. പരിപാടി ഞാന് JCB ടിപ്പർ അങ്ങനെ കൊടുക്കുന്ന ഡ്രൈവറായിട്ടും പോക്കുണ്ട്. പിന്നെ 2-3 വണ്ടികളുണ്ട് അങ്ങനെ പോകുന്നത്. അപ്പൊ അവിടുന്ന് ആക്സിഡന്റ് കേസ് ബാത്റൂമിൽ ഊടാക്കുണ്ട് അവിടെ വിളിച്ചതാണ്. അപ്പൊ അങ്ങനെ വണ്ടി അവിടേക്ക് നേരെ ചെയ്തു ആംബുലൻസ് എടുത്തിട്ട് പോയി BMS ഹോസ്പിറ്റലിൽ ആക്കി കൊടുത്ത് റിട്ടേൺ വരുന്ന വരവാണ് ഈ പേഴ്സ് കണ്ടത്. അപ്പൊ അത് നേരം ചെയ്തു ബാബുഖാനെ ഏൽപ്പിച്ചു. അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലും ചെയ്തു ഷർട്ടുകാരൻ. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്താണ്. മൂപ്പരാജ് അതേമാതിരി കൈകാര്യം ചെയ്തു. നമുക്ക് റാഹത്തായി, സന്തോഷമാണ്. വളരെയധികം നന്ദി. അത് തന്നെ അതുപോലെ തന്നെ സംസുന്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോ തന്നെ ഞാനത് എല്ലാ ഗ്രൂപ്പിലും ഫോർവേഡ് ചെയ്ത് പിന്നെ എന്റെ ബിസിനസ് തന്നെ സോളാറാണ്. സോളാറിന്റെ നിങ്ങൾ പെരിന്തൽമണ്ണയിൽ സോളാർ സ്ഥാപനം നടത്തുകയാണ്. അപ്പൊ എന്റെ ഷോപ്പിൽ തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും അപ്പൊ ഇവരെ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ ഈ മെമ്പർ ഇട്ടൊരു പോസ്റ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് അത് അവരെ തന്നെ കണ്ടുപിടിച്ച് അവരെ വിളിച്ച് എല്ലാം അവരെ അൽഹംദുലില്ലാ അവരെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കെല്ലാം നല്ലത് വരട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. പരോപകാരിയാണ് നിങ്ങൾക്ക് അറിയാത്ത. ഓക്കെ അല്ലേ?